എല്ലാവർക്കും നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഒരു എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു മീൻകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഇന്ന് ഉണ്ടാക്കുന്ന മീനും ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ നമ്മളെല്ലാവരും കൂടുതലും ആൾക്കാർ വാങ്ങിക്കാൻ മടിക്കുന്ന ഒരു മീനാണ്. സംഭവം ഏതാന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ, നമ്മളുടെ കുറിച്ചിയില്ലേ, നമ്മളുടെ മുള്ളം കുറിച്ചി എന്നൊക്കെ ഉണങ്ങിയതൊക്കെ ആൾക്കാർ മിക്കവാറും വാങ്ങിക്കാറുണ്ട്. പക്ഷെ ഇത് പച്ചക്കുണ്ട്. പക്ഷെ പച്ചക്ക് ഇത് അധികം ആൾക്കാർ വാങ്ങിക്കാറില്ല. കാരണം ഇതിനെ വൃത്തിയാക്കി എടുക്കാനായിട്ട് ഭയങ്കര പാടാണ്, ഇതിന് വെട്ടാനൊക്കെ. അപ്പൊ ഒരു കുഞ്ഞു മീനായതുകൊണ്ട് ആളുകൾ വളരെ കുറവ് വാങ്ങിക്കുന്ന ഒരു മീനാണ്. പിന്നെ വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ എല്ലാവരും ഇത് വറക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇത് വറക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. നല്ല പച്ച കുരുമുളക് അരച്ച് പെരട്ടിയിട്ട് ഇത് വറുത്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആണ് ഇത്. പക്ഷെ ഇന്ന് ഞാനിത് വറക്കുകയല്ല ചെയ്യുന്നത്, ഇത് കറി വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മീൻകറി വെക്കാനായിട്ട് ഒട്ടും അറിയില്ലെങ്കിലോ ഒന്നും പേടിക്കേണ്ട, ഈസി ആയിട്ടുള്ള ഒരു മീൻകറിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. നമ്മൾ തേങ്ങയൊക്കെ അരച്ചിട്ടുള്ള ഒരു മീൻകറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന്റെ ഈസി വേ ആണ് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കാര്യം ആദ്യമേ പറയട്ടെ, നിങ്ങൾക്ക് നമ്മുടെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും ഇപ്പൊ തന്നെ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാന്നാണ് ചാനൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. പിന്നെ മറ്റൊന്ന്, ചാനലിൽ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹൈപ്പ് ചെയ്യാൻ നിങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് നേരെ ഒരു കാര്യം ചെയ്യാം. നമ്മുടെ കുറിച്ചി അല്ലെ, മുള്ളം കുറിച്ചി എന്നൊക്കെ പറയുന്ന കുറിച്ചി നമുക്ക് എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് കറി വെക്കണമെന്ന് പെട്ടെന്നൊന്ന് കാണാം. ഇതാണ് നമ്മളുടെ കുറിച്ചി മീൻ. ഓക്കെ, അപ്പൊ എന്തായാലും ഇത് നന്നായിട്ട് വൃത്തിയാക്കി കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഈസി ആയിട്ട് നമുക്കൊന്ന് കറി വെക്കാം. ഈ കറി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിലാണ് കേട്ടോ കറി വെക്കുന്നത്, ഒട്ടും പാടൊന്നുമില്ല. അപ്പൊ അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ, ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് രണ്ട് ചുവന്നുള്ളി കൂടി ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള എരിവ്, ഞാനൊരു 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. ഇത് നമ്മളുടെ കാശ്മീരി മുളക് പൊടി അല്ല ഇട്ടത്, നോർമൽ മുളക് പൊടിയാണ് ഇട്ടത്. അത് രണ്ടും കൂടി ഇട്ടിട്ട് ഞാൻ അരച്ചു. ഇതിൻ്റെ അകത്ത് നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അതോടൊപ്പം തന്നെ വേറെ ഒരു സാധനം ചേർത്തിട്ടില്ല. പിന്നെ ഞാൻ ഒരു മാങ്ങ മുറിച്ച് നമ്മുടെ കൊഴുവമീനിലൊക്കെ ഇട്ട് വെക്കുന്ന പോലെ കീറി വെച്ചിട്ടുണ്ട് മാങ്ങ. ഇത് ലേശം ഒന്ന് ചെനച്ച് തുടങ്ങിയതാണ്, പക്ഷെ കുഴപ്പമില്ല. പുളി കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് കുടംപുളിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത്, നല്ല ചൂട് കട്ടിയുള്ള ഒരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ട്, ഈ ഒഴിക്കുന്ന വെളിച്ചെണ്ണയൊന്നുമല്ല, നമ്മുടെ നോർമൽ വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. പച്ചവെള്ളം തന്നെ ഒഴിച്ചിട്ട് നമ്മുടെ കറി ചാറ് എന്തോരം വേണം അത്രയും പച്ചവെള്ളം ഒഴിച്ചു. അതിലേക്ക് ഈ അരപ്പ് നേരെ അങ്ങിട്ട് കലക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കണ്ടില്ലേ, നമുക്ക് എണ്ണയുടെ അളവ് വളരെ കുറവ് മതി ഈ കറിക്ക്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ അതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ കറിയുടെ ഒരു ബേസ് എന്ന് പറയുന്നത്. ശരിക്കും ഇതാണ്. ഇനി ഇതിലേക്കാണ് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തീ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ബബിൾസ് ഒക്കെ പോലെ വന്നു തുടങ്ങുന്നത് തീ പിടിപ്പിച്ച് തുടങ്ങിയതിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 4 പച്ചമുളക്, അതിൻ്റെ അറ്റം ഇങ്ങനെ കീറിയ പച്ചമുളകില്ലേ, ആ ഒരു 4 പച്ചമുളക് ഇട്ടു. അതോടൊപ്പം തന്നെ നേരെ ഡയറക്റ്റ് നമ്മുടെ മാങ്ങ കട്ട് ചെയ്ത് വെച്ചുകൊണ്ട് ഇട്ടു. ഇതിന് പകരം വേണമെങ്കിൽ നമുക്ക് ഇരുമ്പുളിയൊക്കെ ഉള്ള സമയമാണെങ്കിൽ അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ, പുളിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ മാങ്ങ വാങ്ങിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല പുളിയുള്ള ആണോ നോക്കണം. പുളി ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് കുടംപുളിയോ പിഴിപുളിയോ ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പില ഞാൻ ഫുൾ തണ്ടോട് കൂടിയിട്ട് അങ്ങനെ ഇതങ്ങ് ചേർക്കണം. അപ്പോൾ ഇപ്പം ഞാൻ ഈ കുടംപുളി ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്നറിയോ, മാങ്ങയ്ക്ക് വളരെ പുളി കുറവാണ് മാങ്ങയ്ക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇട്ടത്. പിന്നെ എനിക്ക് മാങ്ങയുടെ കഷ്ണങ്ങൾ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ ഇതിട്ട് വെക്കുന്നത്. അപ്പോൾ അതേ നമ്മളുടെ പയ്യെ ഒന്ന് അനപ്പ് പിടിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ നമ്മളുടെ മീൻ ഇനി ഇതിൻ്റെ അകത്തേക്ക് പിറക്കി ഇടാൻ പോവാണ് കേട്ടോ. ആ 1 കിലോ മീൻ ഫുള്ള് ഞാൻ ഇടുന്നില്ല, കുറച്ച് ഞാൻ ഇത് വറക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. ഈ മീൻ വറക്കുമ്പോഴാണ് അതീവ ടേസ്റ്റ് ആണ്, കിറുന്നിരിക്കും. നല്ല പച്ചക്കുരുമുളക് അങ്ങനെ പറയണ്ട, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഉണക്ക കുരുമുളക് ഇട്ടിട്ടാണ് ഇത് വറക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ കറിയിലേക്ക് ഞാൻ നമ്മുടെ മീൻ ഇങ്ങനെ വാരി ജസ്റ്റ് അങ്ങ് ഇട്ടു കേട്ടോ. ഇതിൻ്റെ മീനൊന്നും അല്ല, ഇതിൻ്റെ കറിയുടെ ഗ്രേവിക്കാണ് കേട്ടോ നല്ല ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണേലും നമ്മുടെ കറി ഇത് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും തേങ്ങ അരച്ച കറികൾ അധികം തിളപ്പിക്കാൻ പാടില്ല. പക്ഷേ ഈ കറി നമ്മൾ പച്ചവെള്ളത്തിൻ്റെ അകത്ത് കലക്കിയിട്ട് ഇങ്ങനെ തിളപ്പിക്കുമല്ലോ, ഇതൊരു പ്രത്യേക ഒരു ചാറാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. തിളച്ച് നന്നായിട്ട് ഇതൊന്ന് കുറുകണം. നമുക്ക് ഇതിൻ്റെ ഗ്രേവിയുടെ അളവ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ടാണ്. എനിക്കിന്ന് വീട്ടിലിവിടെ ചക്ക ഞാൻ
ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചക്ക കഴിക്കാൻ ശരിക്കും മുളയാറാണ് നല്ലത്, പക്ഷേങ്കിൽ ഇതും ബെസ്റ്റ് ആയതുകൊണ്ടാണ് ചക്ക കഴിക്കണമെന്ന് കുറച്ച് ചാറ് കൂട്ടിയാണ് ഉണ്ടാക്കിയേക്കണേ. പിന്നെ എനിക്ക് മീൻകറി ഇങ്ങനത്തെ മീൻകറി ചാറുള്ള ഭയങ്കര ഇഷ്ടമാണ്. നോക്കി ഇപ്പം നന്നായിട്ട് സെറ്റായത് ഞാൻ ഓഫ് ചെയ്തു സ്റ്റൗ. ഇനി അതിൻ്റെ അകത്തേക്ക് ലേശം നിങ്ങൾക്ക് ആവശ്യത്തിന് കുറച്ച് ഒരു സ്പൂണോ 2 സ്പൂണോ വെളിച്ചെണ്ണയും കൊടുത്ത് ഇതിൻ്റെ അകത്തേക്ക് ഞാനിപ്പോൾ ഒഴിച്ചില്ലേ, അതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സൈഡിൽ കൂടെ ഇതിലേക്ക് ഒന്ന് നമ്മൾ പയ്യെ ഒന്ന് അനക്കി കൊടുക്കുക. അപ്പോൾ ആ വെളിച്ചെണ്ണ അങ്ങോട്ട് അതിൻ്റെ അകത്തേക്ക് ഒന്ന് മിക്സപ്പ് ആയിക്കോളും കേട്ടോ. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ട് ഇരിക്കുവാണ് കേട്ടോ കറി. ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ ഇച്ചിരി ചാറ് പോലെ തോന്നുന്നില്ലേ, പക്ഷെ കുഴപ്പമില്ല. ഈ കറിയൊക്കെ നാളത്തേക്കാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റ്. ഇന്നും കഴിക്കാൻ കുഴപ്പമില്ല, പക്ഷെ നാളെ രാവിലെ എടുക്കുമ്പോൾ അതീവ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒന്നും കൂടി ഇതൊന്ന് സെറ്റ് ആവുകയും ചെയ്യും. പിന്നെ ഇതാണ് ഞാൻ കുക്കറിൽ ഉണ്ടാക്കിയ ചക്കയാണ് കേട്ടോ, അതിൻ്റെ കൂടെയാണ് ഞാൻ ഈ കറി കഴിക്കുന്നത്. എന്നാലും ഈ കറി ഉണ്ടാക്കാൻ എന്തൊരു എളുപ്പമാണ്, സൂപ്പറായിട്ട് നമുക്ക് വെറുതെ പച്ചവെള്ളത്തിൻ്റെ അകത്തേക്ക് അരപ്പ് കലക്കുന്നു, മീനിടുന്നു, തിളപ്പിക്കുന്നു. ഇനിയിപ്പോൾ ഈ കാണുന്നത് നമ്മളുടെ ഇതേ മീൻ തന്നെ വറക്കാൻ പുരട്ടി വെച്ചിരിക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല, കുരുമുളക് പൊടി, നോർമൽ മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇത്രയും മാത്രം ഇട്ടിട്ട് ഞാൻ അല്പം വിനാഗിരിയും കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് പയ്യെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചു. അതാണ് വറക്കാനായിട്ട് എടുക്കുന്നത്. ചക്കയും നമ്മുടെ മീനും അങ്ങനെ കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ചോറ് കൊണ്ടുവിട്ടോ രാത്രിയിൽ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്ത് ഈ മീൻ നമുക്കങ്ങ് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ മീൻ വറക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നമ്മുടെ പച്ചക്കുരുമുളക് ഉള്ള സമയമാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഭയങ്കര എളുപ്പത്തിന് ഇത് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളുടെ കറികളെല്ലാം അങ്ങനെ സെറ്റായിട്ടുണ്ട്. നമ്മുടെ കറിയുടെ ഒരു ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഈ രീതിയിലിരിക്കും. ഇതിനകത്ത് മീൻ പയ്യൊന്ന് ആ പൊടിയും കാര്യം പറഞ്ഞാൽ, പക്ഷെ കണ്ടില്ലേ ഇപ്പോൾ പൊടിഞ്ഞേക്കണ കണ്ടില്ലേ, ചെറുതായിട്ട് മീൻ വറുത്തിരിക്കണ കണ്ടില്ലേ. പക്ഷെ ഇതിൻ്റെ ചാറ് അസാധ്യ ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ശരിക്കും ചക്ക കഴിക്കുന്നതിനേക്കാൾ ഇതിൻ്റെ ചാറ് ഇഷ്ടം ചോറുണ്ണാനായിട്ടാണ് കേട്ടോ. ഉള്ള കാര്യം പറയാലോ, ചക്കയ്ക്ക് എനിക്ക് മുളക് ചാറോ അങ്ങനെയുള്ള കറികളൊക്കെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. എനിക്ക് പിന്നെ മീൻകറിയേക്കാളും കൂടുതൽ ഇഷ്ടമാണ് മോരുകറി ഉണ്ടെങ്കിലും ചക്ക കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി തൈരാണെങ്കിലും ചക്കയ്ക്ക് നല്ല ടേസ്റ്റാണ്. നോൺ കഴിക്കുന്ന ആൾക്കാർക്ക് തൈര് കറി അല്ലെങ്കിൽ മോര് കറിയും തൈരൊക്കെ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ ഈ ഒരു മീൻ വറുത്തതിനൊരു പ്രത്യേകത കേട്ടോ. ചില മീനൊക്കെ നമ്മൾ വറക്കുമ്പോൾ ചിലർ പയ്യ അരിപ്പൊടിയൊക്കെ ഇങ്ങനെ ജസ്റ്റ് ക്രിസ്പ് ആകാൻ വേണ്ടി ചെയ്യാറുണ്ട്. പക്ഷേ ഈ മീനിന് നമ്മൾ ഒരു അരിപ്പൊടിയോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചേർക്കേണ്ട, വെറുതെ ജസ്റ്റ് പിന്നെ വെറുതെ വാട്ടിയെടുത്താൽ പോരാ, നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോഴാണ് ഇതിൻ്റെ നല്ല ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇതെന്താണെന്നറിയോ, ഇത് ഞാൻ പിറ്റേ ദിവസം നെക്സ്റ്റ് ഡേ നമ്മളുടെ ഈ കറി കൂട്ടി ദോശ കഴിക്കാനുണ്ട്. ദോശയ്ക്കും ഇഡ്ഡലിക്കും അപ്പത്തിനും ഒക്കെ കഴിക്കാനും ഈ ഒരു മീൻകറി അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ സിമ്പിളാണ്, നിങ്ങൾക്കും ഈസി ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഇത് ഞാൻ പറയുന്നൊരു കാര്യം, രാത്രിയിൽ ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസത്തേക്ക് നമ്മൾ വെച്ചിട്ട് പിറ്റേ ദിവസത്തേക്ക് എടുക്കുമ്പോഴാണ് ഇതിനൊരു സൂപ്പർ ടേസ്റ്റ്. പിന്നെ ചെറുതായിട്ട് പൊടിയും, അത് കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുകയാണ്. സിമ്പിളാണ്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഹൈപ്പ് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു ഈസി കറിയാണ് കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന കറി. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.